Hi learners, welcome to iPlus Training Solutions. ഇന്ന് നമ്മൾ another set of PYQ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് നീങ്ങാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following is a correct sequence with regards to the service routine? So service routineന്റെ ഡീറ്റെയിൽ ആണ് നമുക്ക് തന്നത്. ഇതിൽ ഏതൊക്കെയാണ് സീക്വൻസ് ബേസിസിൽ വരുന്നത് എന്നാണ് നമ്മൾ പറയേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ സേവ് കണ്ടന്റ് ഓഫ് ദ പ്രൊസസർ രജിസ്റ്റേഴ്സ്, സെക്കൻഡ് ടേൺ ദി ഇന്ററപ്റ്റ് facility on, and third one service the device whose flag is set, and fourth one check which flag is set, and fifth one restore the content of the processor's register. So ഇതിനെ ഒരു ഓർഡർ ആക്കി എഴുതാണ് വേണ്ടത്. നമുക്ക് ഓർഡർ നോക്കാം ഓപ്ഷനിലെ. Yes, here is your sequence orders. പറഞ്ഞ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഒന്ന് രണ്ട് സീക്വൻസ് എങ്കിലും അറിഞ്ഞു വെച്ചാൽ നമുക്ക് ഒബ്വിയസ്ലി ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. Yes, our correct option is yes. നമ്മുടെ correct option ഇതാണ് ഓപ്ഷൻ നമ്പർ 4 A D C E B. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് അത് വരുന്നത് നോക്കാം. എങ്ങനെയാണ് ഒരു ഇന്ററപ്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ പ്രോസസ്സേഴ്സിന്റെ നമുക്കറിയാം പ്രോസസ്സേഴ്സ് ഉണ്ടല്ലേ. സോ ഈ പ്രോസസ്സേഴ്സിന്റെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താണ്? ഫസ്റ്റ് നമ്മൾ ഈ പ്രോസസ്സിന്റെ കറന്റ് സ്റ്റേറ്റ് ഇപ്പൊ അത് ഏത് പൊസിഷനിലാണ് കറന്റ് സ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സേവ് ചെയ്യും. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഐഡന്റിഫൈ വിച്ച് ഡിവൈസ് ഇസ് റേസ്ഡ് ഇന്ററപ്റ്റ്. സോ ആദ്യം നമ്മൾ കറന്റ് ആയിട്ടുള്ള അതിന്റെ ഡാറ്റാസ് ഒക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഒരു ഇന്ററപ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഏത് പൊസിഷനിലാണ് ആ ഒരു ഇന്ററപ്റ്റ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ആ ഒരു ഇന്ററപ്റ്റ് വന്ന ഏത് ഡിവൈസ് ആണോ ആ ഡിവൈസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സർവീസ് ചെയ്യും. ദെൻ നമ്മളത് ഇന്ററപ്റ്റ് ഒഴിവായി കഴിഞ്ഞു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോസസ്സർ ഇപ്പൊ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് മാറും അല്ലെ. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീസ്റ്റോർ ചെയ്യാണ്. സേവ്ഡ് പ്രോസസ്സറിന്റെ സ്റ്റേറ്റ് നമ്മൾ വീണ്ടും റീസ്റ്റോർ ചെയ്യാണ്. ദെൻ റീ എനേബിൾ ദ ഇന്ററപ്റ്റ്. വീണ്ടും എനേബിൾ വന്നിട്ട് ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? എനേബിൾ ചെയ്യും. ഓക്കെ, അപ്പൊ ആദ്യം ഒരു പ്രോസസ്സർ അതിന്റെ കറന്റ് സ്റ്റേറ്റ്, പിന്നെ മീൻ വൈൽ ഏതെങ്കിലും ഒരു ഡിവൈസിൽ ഇന്ററപ്റ്റ് വന്നോ നോക്കാം. ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ വന്ന ഡിവൈസ് നമ്മൾ സർവീസ് ചെയ്യാം. ദെൻ നമ്മൾ ആ പ്രോസസ്സറിന്റെ കറന്റ് സ്റ്റേറ്റിൽ നിന്ന് അത് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറിയിട്ടുണ്ടാവും. ആ സ്റ്റേറ്റ് റീസ്റ്റോർ ചെയ്യാം. ദെൻ വീണ്ടും ഇന്ററപ്റ്റ് വരുമ്പോൾ നമ്മൾ അതിനെ റീ എനേബിൾ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Here is our second question. Which of the following is not the part of requirement management? So requirement managementൽ വരാത്തത് ഏതൊക്കെയാണെന്നാണ്. ഓപ്ഷൻ ഇങ്ങനെയാണ്: ഫീച്ചേഴ്സ് ട്രേസബിലിറ്റി ടേബിൾ, second dependency traceability table, and third interface traceability table, and the fourth one page traceability table. പറയൂ, എന്തായിരിക്കും നമ്മുടെ ആൻസർ? Yes, our option is option number 4 page traceability table. So requirement management ആണല്ലേ. ഇപ്പൊ നമുക്കറിയാം എന്ത് ഒരു റിക്വയർമെന്റ് അനുസരിക്കുകയാണെങ്കിലും നമ്മൾ അതിൽ അതായത് നമ്മുടെ യൂസറിന്റെ ഡിപെൻഡൻസി യൂസറിന്റെ റിക്വയർമെന്റ്സിനനുസരിച്ച് നമ്മൾ ചെയ്യണം. സോ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്, ഏതൊക്കെയാണ് അതിൽ ഓരോരോ ഫീച്ചേഴ്സും എങ്ങനെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഏത് ഇന്റർഫേസിലാണ് അത് വരുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കണം. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ട്രേസബിലിറ്റി ടേബിൾ ലിങ്ക്സ് ദ റിക്വയർമെന്റ് ടു ഡിസൈൻ കോഡ് ആൻഡ് ടെസ്റ്റ്. ആക്ച്വലി ഈ ട്രേസബിലിറ്റി ടേബിൾ എന്ന് പറയുന്നത് സപ്പോസ് നമ്മളൊരു കോഡ് എന്തെങ്കിലും ഒരു മോഡൽ ബിൽഡ് ചെയ്യുവാണെങ്കിൽ, സപ്പോസ് എന്തെങ്കിലും ഒരു ഡിസൈൻ സോഫ്റ്റ്വെയർ ആണ് എങ്കിൽ, സോ നമുക്ക് എന്തുണ്ടാവും? ആദ്യം നമ്മൾ ആ സോഫ്റ്റ്വെയറിനെ ഡിസൈൻ ചെയ്യണം അല്ലെ. സോ ഈ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ കോഡ് ചെയ്യും. ദെൻ അത് കറക്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യും ഇങ്ങനെ. സോ ഈ ഒരു ഡീറ്റെയിൽ എല്ലാം വരുന്ന ഒരു ടേബിൾ ആണ് എന്ത്? ട്രേസബിലിറ്റി ടേബിൾ എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ട്രാക്ക് ചെയ്യുന്നത്? ഒന്ന് അതിന്റെ ഫീച്ചേഴ്സ്, ദെൻ അത് എന്തൊക്കെയായിട്ടാണ് ഡിപ്പെൻഡ് വരുന്നത് ഡിപെൻഡൻസീസ്, ദെൻ അതിന്റെ ഇന്റർഫേസ്. ഈ കാര്യങ്ങളാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? ട്രാക്ക് ചെയ്യുന്നത്. സോ പേജ് ട്രേസബിലിറ്റി ടേബിൾ ഇസ് നോട്ട് എ റെക്കഗ്നൈസ്ഡ് ടൈപ്പ് ഇൻ ദ റിക്വയർമെന്റ് മാനേജ്മെന്റ്. സോ നമ്മൾ ഈ ഒരു ടേബിളിനകത്ത് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് അതിന്റെ ഫീച്ചേഴ്സ്, അത് എന്തെല്ലാമായിട്ടാണ് ഡിപ്പെൻഡന്റ് ആയിരിക്കുന്നത്, സോ അതിന്റെ ഇന്റർഫേസ്. സോ പേജ് ട്രേസബിലിറ്റി ഈ ഒരു ടേബിളുമായിട്ട് ഒരു ലിങ്കും വരാത്തതാണ്. സോ ദാറ്റ് അതിനെ നമ്മൾ റിമൂവ് ചെയ്യും. ഇതിന്റെ പാർട്ട് അല്ലാതെ വരുന്നത് ആ ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ, ദെൻ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. Which of the following CFG context free grammar is or are in Chomsky normal form?
all the capital letters as variable and the lowercase are terminals. So capital letters il koduthakke nammade variables aanu and lowercase okke nammade terminals aanu. Nokkiye ആദ്യത്തെ ഓപ്ഷൻ ഇങ്ങനെയാണ് S2 ABC bar AB, A gives A, capital B gives B and C gives D, and B option X gives RT or TR and capital T gives small t, actually the small t aanu, and R gives XR or R gives XT or small r. Then third option P gives QP or SQ, Q gives R or S. Then D, M gives MN or MP, N gives NM or N, and P gives P. പറഞ്ഞേ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? ഏതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ചോംസ്കി നോർമൽ ഫോം വർക്ക് ചെയ്യുന്നത് നോക്കാം. ഏതൊക്കെയാണ് അതിന്റെ ടെർമിനൽ, നോൺ ടെർമിനൽ, എങ്ങനെയാണ്, ഏതായിരിക്കും നമ്മുടെ ഓപ്ഷൻ? വേഗം പറഞ്ഞേ. യെസ്, എ ബി സി ഡി. ഇതിലേതാണ്? നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ ഈസ് ഓർ ആർ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ. ആദ്യത്തത് എ ആൻഡ് ബി, സെക്കൻഡ് ബി ഓൺലി, സി ഓൺലി, ബി ആൻഡ് ഡി. കറക്റ്റ് ആൻസർ ഇസ്, our correct answer is option number 2, that is B only. എങ്ങനെയാണ് ബി ഓൺലി വരാൻ കാരണം? യെസ്, നമുക്കറിയാം ഒരു ചോംസ്കി നോർമൽ ഫോം, CNF ചോംസ്കി നോർമൽ ഫോം വരുന്നത് എങ്ങനെയാണ്? അതിന്റെ ജനറൽ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് A gives BC. സപ്പോസ് BC ആണ്, അതായത് രണ്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. സോ അവിടെ രണ്ട് വേരിയബിൾസ് ആണ്. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേരിയബിളും സ്മോൾ ലെറ്റേഴ്സ് ടെർമിനൽസും ആണ്. സോ A gives BC എന്ന് പറയുന്ന ഫോമിലാണ് ഇത് വരുന്നത്. നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് എഴുതാം. അതായത് A gives BC എന്ന് പറഞ്ഞിട്ടാണ് വരിക. ആൻഡ് അനദർ വൺ, അതർവൈസ് A gives small a. സോ ഒന്നെങ്കിൽ ഇവിടെ 2 വേരിയബിൾ ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും, സിംഗിൾ ആയിട്ടുള്ള ടെർമിനൽ ആയിരിക്കും വരിക. ഓക്കെ, ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ്. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് പ്രൊഡക്ഷൻ റൂൾസ് കാണുന്നതെങ്കിൽ നമുക്കത് ഫൈനലൈസ് ചെയ്യാം. ഇറ്റ് വിൽ ബി ചോംസ്കി നോർമൽ ഫോം. ഓക്കെ, ദെൻ ഓക്കെ, ദ ഓൺലി കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ബി ആണ് നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. കാരണം ബിയുടെ ഓപ്ഷനിലാണ് എന്ത്, RHS ല്, അതായത് RHS ല് നമുക്ക് സെയിം വാല്യൂ വരുന്നത്. സോ ബാക്കിയുള്ളതൊക്കെ എന്താണ്, അതായത് A gives ഒരു ടെർമിനലും പിന്നെ ഒരു വേരിയബിൾ, ഈ രീതിയിലൊക്കെ ആണെങ്കിൽ അത് എന്താണ്, അത് കോണ്ടെക്സ്റ്റ് ചോംസ്കി നോർമൽ ഫോമിന്റെ റൂളിന് പുറത്താണ്. സോ ഈ ഒരു ഫോമിലാണ് വരുന്നതെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം ദാറ്റ് ഫോംസ് വിൽ ബി ചോംസ്കി നോർമൽ ഫോം. ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അറേഞ്ച് ദ ഫോളോയിങ് ഗ്രാഫ് on the basis of number of edges in increasing order, that is for n greater than 3. increasing order ലാണ് നമ്മൾ എഴുതേണ്ടത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? A kn, അതായത് കംപ്ലീറ്റ് ഗ്രാഫ്, then Cn സൈക്കിൾ ഗ്രാഫ്, then Wn wheel graph, then Kn, n complete bipartite graph, then the last option is Qn n cubes graph. വേഗം പറഞ്ഞേ. ആദ്യം നമ്മൾ ഈ ഒരു ഇതിന്റെ നമ്പർ ഓഫ് എഡ്ജ് കാണാൻ നമുക്ക് ഓരോ ഗ്രാഫിനും ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമുക്ക് നോക്കണം. എന്തായിരിക്കും കംപ്ലീറ്റ് ഗ്രാഫിന്റെ ഇക്വേഷൻ? കംപ്ലീറ്റ് ഗ്രാഫിന്റെ ഇക്വേഷൻ ഏതായിരിക്കും? കംപ്ലീറ്റ് ഗ്രാഫിന്റെ ഇക്വേഷൻ കാണാനുള്ള ഇത് എന്ന് പറയുന്നത് n into n-1/2 ആണ്. ഓക്കെ, ഇനി സൈക്കിൾ ഗ്രാഫ് എന്ന് പറയുന്നത് n നമ്പർ ഓഫ് എഡ്ജ് ആയിരിക്കും. കാരണം സൈക്കിൾ ഗ്രാഫ് നമുക്കറിയാലോ ഒരു റൗണ്ട് ആയിട്ടാണ്. സപ്പോസ് ഇങ്ങനെയായിട്ടാണ് നമുക്ക് ഗ്രാഫ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും, 3 വെർട്ടിസസും 3 എഡ്ജസും വരും. സോ n തന്നെ. ദെൻ നമുക്ക് വരുന്നത് വീൽ ഗ്രാഫ് ആണ്. വീൽ ഗ്രാഫ് എന്ന് പറയുമ്പോൾ 2 into n-1. ദെൻ കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ്. കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഓരോ രീതിയിലുള്ള കളറിങ്ങും അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. സോ ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫിന്റെ നമ്പർ ഓഫ് എഡ്ജസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n². ദെൻ n ക്യൂബ് ഗ്രാഫ്. n ക്യൂബ് ഗ്രാഫിന്റെ ഇക്വേഷൻ എന്താണ്? n into 2n-1. യെസ്, ഹിൻസ് എല്ലാം ഞാൻ തന്നു. ഇനി പറഞ്ഞേ ആൻസർ എന്തായിരിക്കും? ഇത് അറേഞ്ച് ചെയ്യാനാണ്. സോ നമുക്കൊരു ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? യെസ്, ഹിയർ ഈസ് അവർ ഓപ്ഷൻ.
ABCDE, BACDE, then ABCED, fourth one EDCAB. വേഗം പറഞ്ഞേ എന്തായിരിക്കും നമ്മുടെ ആൻസർ, കറക്റ്റ് ആൻസർ ഏതാണ്? ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്പർ ഓഫ് ഹെഡ്സിന്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണ്. അതിൽ നിന്ന് വേഗം പറഞ്ഞ് ഇൻക്രീസിംഗ് ഓർഡർ ഏതായിരിക്കും? യെസ്, ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ നമ്പർ 4 EDCAB. ഓക്കെ, നമുക്ക് നോക്കാം എക്സ്പ്ലനേഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. n cube n into 2 raised to n minus 1, then we have n square, then we have 2 into n minus 1 for wheel, then kn എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കംപ്ലീറ്റ് ഗ്രാഫ്. then cn സൈക്കിൾ ഗ്രാഫ്. ഓക്കെ, എന്തായിരിക്കും ഇൻക്രീസിംഗ് ഓർഡർ? അതായത് നമ്മുടെ qn, അതായത് ഏതാണത്? qn എന്ന് പറയുന്നത് n ക്യൂബ് ആണ്. സോ n ക്യൂബ് n into 2 raised to എന്നാണ്. അപ്പൊ അതിന്റെ എന്തായിരിക്കും? ഇൻക്രീസ് ഇതിലായിരിക്കും വരിക. അപ്പൊ അത് വളരെ കുറവായിരിക്കും. സോ qn is less than. സോ നമ്മുടെ വാല്യൂ എങ്ങനെ വരും? qn less than. പിന്നെ ഏതാണ്? n സ്ക്വയർ. അപ്പൊ ഏതാണ് ഏറ്റവും ഇൻക്രീസ് ആയിട്ട് വരുന്നത്? n. പിന്നെ നമുക്ക് ഇവിടെ n minus 1, n സ്ക്വയർ. അപ്പൊ പല രീതിയിലാണ് ഇത് വരുന്നത്. സോ ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? qn, then kn, n complete bipartite, then we have wheel graph wn, then we have kn എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗ്രാഫ്, ലാസ്റ്റ് we have cn. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് എഡ്ജസ് കൂടുതൽ ഏതിലായിരിക്കും? cn ലായിരിക്കും, അതായത് സൈക്കിൾ ഗ്രാഫിലായിരിക്കും. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേബിൾ കണ്ടെയ്ൻസ് ദ പ്രൈമറി ഇൻഫോർമേഷൻ ഇൻ ദി ഡാറ്റ വെയർഹൗസ്? ഏതാണ്? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഡയമെൻഷൻ ടേബിൾ, സെക്കൻഡ് ഫാക്ട് ടേബിൾ, തേർഡ് ലുക്കപ്പ് ടേബിൾ ആൻഡ് ഫോർത്ത് പ്രൈമറി ടേബിൾ. വിച്ച് ടേബിൾ വിൽ കണ്ടെയ്ൻസ് ദ ഇൻഫോർമേഷൻ അബൌട്ട് ഡാറ്റ വെയർഹൗസ്? ഡാറ്റ വെയർഹൗസിന്റെ ഇൻഫോർമേഷൻസ് ഏത് ടേബിളിലാണ് ഉണ്ടാവുക? വേഗം പറഞ്ഞേ. യെസ്, our answer is option number 2, fact table. അപ്പൊ എന്താണ് ഫാക്ട് ടേബിൾ? എന്തുകൊണ്ടാണ് ഫാക്ട് ടേബിൾ? ഏതൊക്കെ തരത്തിലുള്ള ഡാറ്റാസ് ആണ് നമുക്ക് നോക്കാം. സോ ഫാക്ട് ടേബിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്റ്റോറിംഗ് ദ മെഷറബിൾ ഡാറ്റ. മെഷറബിൾ ഡാറ്റയാണ് അതിൽ സ്റ്റോർ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ഫാക്ട് ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ മെഷറബിൾ ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡാറ്റയാണ് അല്ലെ. സോ ന്യൂമറിക്കൽ ഡാറ്റയിൽ നമുക്ക് എന്ത് വരും? ഫാക്ട് ടേബിളില് സെയിൽസ് എത്രയാണ്, അതിന്റെ ക്വാണ്ടിറ്റി, ഓക്കെ, അതിന്റെ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഡീറ്റെയിൽസ്. സോ ആക്ച്വലി ഇത് എന്ന് പറയുന്നത് നമ്മുടെ കോർ ഓഫ് എന്താണ്? ഡാറ്റ വെയർഹൗസ്. ഡാറ്റ വെയർഹൗസിന്റെ കോർ ആണ് ഇത് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഓപ്ഷനിൽ നമ്മൾ കണ്ടു ഡയമെൻഷൻ ടേബിൾ. ഡയമെൻഷൻ ടേബിൾ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് ആട്രിബ്യൂട്ടീവ് ആണ്. ഓക്കെ, അവിടെ ടൈം, ലൊക്കേഷൻ ഒക്കെയാണ് വരുന്നത്. ഇനി നമുക്കറിയാം വേറൊരു ഓപ്ഷൻ വരുന്നത് ലുക്കപ്പും പിന്നെ പ്രൈമറി ആണ്. സോ ലുക്കപ്പ് ആൻഡ് പ്രൈമറി എന്താണ്? ഈ ഒരു മെഷറബിൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല. ലുക്കപ്പ് ആൻഡ് പ്രൈമറി is not used for store measurable data. സോ മെഷറബിൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് യൂസ് ചെയ്യുന്നത്. Here is our next question. Consider the following statement. Index is equal to 10, y is equal to 15, x is equal to y, question mark, y plus x such that y minus x. So നമ്മുടെ question ഇതാണ്. What will be the value of x after executing these statements? ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ എന്തായിരിക്കും? അപ്പം നമ്മുടെ ഓപ്ഷൻസ് ഇങ്ങനെയാണ്: 5, 25, 15 and 30. എങ്ങനെയായിരിക്കും നോക്കിയേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്, ഓക്കെ, നമ്മൾ ആദ്യം ട്രൈ ചെയ്യൂ, നമുക്ക് നോക്കാം. യെസ്, our option is option number 4, that is 30. അപ്പൊ എങ്ങനെയാണ് നമുക്ക് 30 കിട്ടുന്നത് നോക്കാം. നോക്കിയേ, ഇവിടെ നമുക്ക് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇന്റ് x is equal to 10 and y is equal to 15. അപ്പം ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നോക്കിയേ, x gives y to x. അപ്പം x എന്ന് പറയുന്നതും y എന്ന് പറയുന്നതും ഈക്വൽ ആണ്. സോ x എന്ന് പറയുന്നത് we can write it like
y to x. So x become എന്തായി 15 ആയി. അതായത് x ഉം y ഉം ഈക്വൽ ആവുമ്പോൾ x ന്റെ വാല്യൂ 15 ആവാൻ ചാൻസ് ഇല്ലേ? സോ x can be 15. സോ നമ്മുടെ ഇതിൽ വരുന്നത് എങ്ങനെയാണ്? അതായത് നമുക്ക് y plus x കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ? സോ y യുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15 പ്ലസ് നമ്മുടെ ഇവിടെ ഇക്വേഷൻ പ്രകാരം ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് x gives y ആണ്. സോ x ന് ഞാൻ എന്ത് കൊടുത്തു? 15 കൊടുത്തു. സോ എന്റെ ആൻസർ വിൽ ബി 30. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു കണ്ടീഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം x ന് y വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? y ക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ തന്നത്, സോ x ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതേ വാല്യൂ തന്നെ ജസ്റ്റ് അത് ആഡ് ചെയ്താൽ മതി. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, then here is our next question. As per the Software Engineering Institute SEI, the correct sequence is, so Software Engineering Institute പ്രകാരം നമുക്കൊരു സീക്വൻസ് ഉണ്ട്. സീക്വൻസ് ഓപ്ഷൻസ് ഇങ്ങനെയാണ്: ഇനീഷ്യൽ, റിപ്പീറ്റബിൾ, മാനേജ്ഡ്, ഒപ്റ്റിമൈസിംഗ് ആൻഡ് ഡിഫൈൻഡ്. എന്താണ് നമ്മുടെ സീക്വൻസ്? നമ്മുടെ ഓപ്ഷനിലേക്ക് പോവാം. അപ്പം ആക്ച്വലി ഇത് എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ഇത് നമുക്ക് തന്നിരിക്കുന്നത് CMM മോഡലാണ്, അതായത് കാപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ മോഡലിന്റെ ഓരോരോ സ്റ്റെപ്സ് ആണ് നമ്മൾ ഇവിടെ അൺഓർഡേർഡ് ആയിട്ട് ഇരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, അതിന്റെ കറക്റ്റ് സീക്വൻസ് കണ്ടുപിടിക്കുക. വെരി ഈസി. നമുക്ക് സീക്വൻസ് നോക്കാം. Yes, choose the correct answer from the options given below: A, B, C, D, E, A, B, E, C, D, then A, E, C, D, B, then A, E, B, C, D. പറയൂ, ഏതാണ് correct answer? Yes, our correct answer is option number 2, A, B, E, C, D. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, നമുക്കറിയാം 5 ലെവൽസ് ഉണ്ട് കാപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡലില്. ഇനീഷ്യൽ, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന സെയിം അത് തന്നെ. ഇനീഷ്യൽ, റിപ്പീറ്റബിൾ, then we have to define, then we have to manage, then optimizing. ഈ ഒരു 5 സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സീക്വൻസ് ബേസിസിൽ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, considering the above binary tree, what will be the in-order traversal? ഈ ഒരു ട്രീയിൽ നിന്ന് നമുക്ക് in-order traversal ആണ് നടത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണെന്നാണ് ചോദ്യം. ഏതായിരിക്കും in-order traversal? ആദ്യം ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് in-order traversal എന്ന് പറയുമ്പോൾ പറയൂ, എങ്ങനെയാണ് ആ ഒരു ഇത് നമ്മൾ എഴുതുന്നത്? in-order traversal എന്ന് പറയുമ്പോൾ റൂട്ട് എവിടെയാണ് വരുന്നത്? ലെഫ്റ്റിലാണോ, റൈറ്റിലാണോ, മിഡിലാണോ? യെസ്, in-order traversal നമ്മുടെ റൂട്ട് വരുന്നത് സെൻട്രലാണ്. ലെഫ്റ്റ്, റൂട്ട്, then റൈറ്റ്. ഹിന്റ് ഞാൻ തന്നു കഴിഞ്ഞു. പറഞ്ഞ വേഗം എന്തായിരിക്കും ആൻസർ? നമ്മുടെ ഓപ്ഷൻസ് ഇങ്ങനെയാണ്: BAD, CE, GFH, GH, FE, DCBA, BAC, DE, GFH, then GHF, DE, BCA. കുറച്ച് എന്താ പറയുക, നമ്മൾ പറയുമ്പോൾ കുറച്ച് ഇതായിട്ട് തോന്നും. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? വേഗം പറഞ്ഞേ. in-order traversalന്റെ യെസ്, നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഇതാണ്. ഫസ്റ്റ് വൺ ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. എങ്ങനെയാണ് അത് വരുന്നത്? അതായത് നമുക്കറിയാൻ പറ്റും എങ്ങനെയാണത്. ലെഫ്റ്റ്, റൂട്ട്, then റൈറ്റ്, ഇങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്. സോ അത് എങ്ങനെയാണ് നമ്മൾ എഴുതുക? ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. അപ്പൊ നമ്മൾ ഇത് ഫസ്റ്റ് തൊട്ടേ നമ്മൾ ഇവിടുന്ന് എഴുതി വരണം. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? പറഞ്ഞേ. ആദ്യം ലെഫ്റ്റ്, then റൂട്ട്, റൈറ്റ്. ഇത് ഇവിടെയാണല്ലേ, ഈ ഒരു സി ആണ് വരിക. പക്ഷെ സിക്കും ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സിയുടെ കണക്ഷൻ നോക്കണം. ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ് എന്ന് പറയുമ്പോൾ സിയിലും തന്നെ ഒരു കണക്ഷൻ ഉണ്ട്. എങ്ങനെയാണ് അത് വരുന്നത്? DCE, ഇങ്ങനെയാണ് വരുന്നത്. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഇതാണ് വരിക, DCE. then ഈ കഴിഞ്ഞിട്ട് അടുത്ത ഓപ്ഷൻ എന്തായിരിക്കും? ഈ കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ള എന്താണ്? എഫ് ആണല്ലേ. സോ ഈ എഫിന്റെ അടുത്ത് പിന്നെയും വീണ്ടും ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വരുന്നത് ഏതാണ്? GFH. സോ നമ്മുടെ ഓർഡർ എങ്ങനെയായിരിക്കും? BA,
ബി എ സി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഏതാണ് ഡി ആണല്ലേ. ബി എ ഡി സി ഇ ജി എഫ് എച്ച്. ഓക്കെ, ഇങ്ങനെയാണ് കാണുക. അതായത് നമ്മൾ നേരിട്ട് ലെഫ്റ്റ് റൂട്ട് റൈറ്റ് എന്ന് എഴുതാൻ പാടില്ല. റൂട്ട് റൈറ്റ് എന്ന് എഴുതരുത്. കാരണം റൈറ്റിൽ വീണ്ടും നമുക്ക് എന്തുണ്ട്, ഒരു ഡിവിഷൻ വരുന്നുണ്ട്. സോ ആ ഡിവിഷനും കൂടി നോക്കണം. അപ്പൊ നമുക്ക് എന്താണ് ഈ സിയും ഡി സി ഇ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഇയിലും വീണ്ടും ഒരു ഇത് വരുന്നുണ്ട്, പാർട്ടീഷൻ വരുന്നുണ്ട്. അവിടെയും എന്തുണ്ട്, ഒരു ട്രാവേഴ്സൽ വരുന്നുണ്ട്, എഫ് എച്ചും ജിയും. അപ്പൊ ആ ഒരു കറക്റ്റ് ഓർഡറിൽ വേണം അത് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സബ്ട്രീ, റൂട്ട്, റൈറ്റ് സബ്ട്രീ. ഇങ്ങനെ വേണം നമ്മൾ എഴുതാൻ. ഞാൻ കൊടുത്തിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ലെഫ്റ്റ് ഓഫ് എ ബി ആണ്, എയിൽ നമ്മൾ എത്തി. പിന്നെ അതിന്റെ ലെഫ്റ്റ് ഓഫ് സി നമ്മൾ നോക്കണം, വിസിറ്റ് സി, ദെൻ വിസിറ്റ് ഇ. ഇയിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവിടെ എഫ് ജിയും എച്ചും ഉണ്ട്. അതാണ് നമ്മളെ ലെഫ്റ്റ് ഓഫ് എഫ് ജി ആണ്. പിന്നെ നമ്മൾ എഫിൽ തിരിച്ചെത്തി. പിന്നെ അതിന്റെ റൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. ഇതാണ് നമ്മുടെ കറക്റ്റ് ഓർഡർ. ഓക്കെ, യെസ്, ഹിയർ ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not a basic solution of system of linear equation? ഇതിൽ വരാത്തത് ഏതാണെന്നാണ് നമ്മൾ പറയുന്നത്. സോ നമ്മുടെ ഇക്വേഷൻസ് ഇതാണ്. x1 plus 2x2 plus x3 equal to 4. Then 2x1 plus x2 plus 5x3 equal to 5. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഓപ്ഷൻസ്. ഇതിൽ വരാത്തത്, ബേസിക് സൊല്യൂഷൻ ആവാത്തത് ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ x is equal to -1, x2 is equal to 2, x3 is equal to 1. Second, x1 is equal to 2, x2 is equal to 1. Third, x1 is equal to 5, x3 is equal to -1. Fourth, x2 is equal to 5/3, x3 is equal to 2/3. കറക്റ്റ് ആൻസർ എന്താണ്, വേഗം പറഞ്ഞേ. സോൾവ് ചെയ്യാ രണ്ട് ഇക്വേഷനും. നമുക്കറിയാം രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, അതായത് രണ്ട് സിസ്റ്റത്തിന് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, 3 വേരിയബിൾ ഉണ്ട്, x1, x2, x3. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു വേരിയബിളിനെ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യുക. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെട്ടെന്ന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. വേഗം പറഞ്ഞേ. യെസ്, നമ്മുടെ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ നമ്പർ ഓപ്ഷൻ നമ്പർ 1. അതായത് ഓപ്ഷൻ നമ്മുടെ ഈ ലീനിയർ ഇക്വേഷൻസിൽ വരാത്തത് ഏതാണ്, x is equal to -1, x2 is equal to 2, sorry, x1 is equal to -1, x2 is equal to 2 and x3 is equal to 1. Right? Then നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് വരുന്നതെന്ന് നോക്കിയേ. A basic solution is obtained by setting n-m variable to 0 and solving for the remaining. So here നമുക്കറിയാം m is equal to 2 ആണ്, n is equal to 3 ആണ്. അതായത് ഇവിടെ രണ്ട് ഇക്വേഷൻ, m എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ഇക്വേഷൻ. ഇവിടെ ഇത് എന്ന് പറയുന്നത് m നമ്പർ ഓഫ് ഇക്വേഷൻ ആണ്, ആൻഡ് n എന്ന് പറയുന്നത് 3 വേരിയബിൾ ആണുള്ളത്. We expect only 2 non-zero variable. Okay, ഇവിടെ 3 എണ്ണം ഉണ്ട്. So any solution with more than 2 variable is not a basic solution. വളരെ എന്താ പറയാ, ബേസിക് ആയിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. കാരണം മോർ ദാൻ 2 നോൺ സീറോ വരുന്ന വേരിയബിൾ ഉണ്ടെങ്കിൽ അത് ബേസിക് സൊല്യൂഷൻ അല്ല. സോ ഒബ്വിയസ്ലി ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് നമുക്ക് അതിനെ റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും നോക്കിയ ഡീറ്റെയിൽ ആയിട്ട്. ഓപ്ഷൻ നമ്പർ 1 ആണ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നത്. 2 വരുന്നത് x is equal to 2, x1 is equal to 2, x2 is equal to 1, x3 equal to 0. നമുക്കറിയാൻ പറ്റും ഇവിടെ രണ്ട് സൊല്യൂഷൻസ് ആണുള്ളത്. ഓക്കെ, രണ്ട് വേരിയബിൾ ആണ്, ഒന്ന് 0 ആക്കി വെച്ചു, അത് വാലിഡ് ആണ്. സെക്കൻഡ് വൺ നോക്ക്, x1 is equal to 5, ഇത് 0 ആക്കി, then x3 നമുക്ക് ഓക്കെ രണ്ടെണ്ണത്തിനാണുള്ളത്, സോ അതും എന്താണ് വാലിഡ് ആണ്. ഇവിടെ x1 0 ആക്കി വെച്ചു, ബാക്കി റിമൈനിങ് x2 നും x3 ക്കുമാണ് വാല്യൂ വരുന്നത്, സോ അതും ഒരു ബേസിക് ആണ്. നമ്മുടെ ഓപ്ഷനിൽ വരാത്തത് ഇതാണ് x2, x3, then x1. മൂന്നിനും എന്തുണ്ട് വാല്യൂ വരുന്നുണ്ട്. ഓൾ ദ 3 വേരിയബിൾസ് ആസ് നോൺ സീറോ വാല്യൂ, സോ അത് ബേസിക് സൊല്യൂഷൻ അല്ല. അപ്പൊ വളരെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നമുക്ക് ഈ ആൻസർ എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, here is your next question. The degree of a relation in database.
ഒരു ഡാറ്റാബേസിലെ ഡിഗ്രി ഓഫ് റിലേഷൻ എന്ന് പറയുന്നത് ആൻസർ എന്തായിരിക്കും? ഡിഗ്രി ഓഫ് എ റിലേഷൻ എന്തായിരിക്കും ആൻസർ? നമ്മുടെ ഓപ്ഷൻസ് ഇതാണ്. നമ്പർ ഓഫ് ടപ്പിൾസ് ഇൻ ദ റിലേഷൻ, നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ ദ റിലേഷൻ, ആൻഡ് ദ നമ്പർ ഓഫ് വാല്യൂസ് in the domain, and fourth one the number of keys in a relation. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ അതായത് ഡാറ്റാബേസിലെ റിലേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? യെസ്, ആൻസർ ഈസ് നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്. സോ എന്താണ് ഡിഗ്രി, എന്താണ് കാർഡിനാലിറ്റി? സോ രണ്ട് ടേം ആണ് നമുക്കിവിടെ വരുന്നത്. ഡിഗ്രി എന്താണ്, കാർഡിനാലിറ്റി എന്താണെന്നാണ്. സോ ഡിഗ്രി എന്ന് പറയുന്നത്, സപ്പോസ് നമുക്കൊരു ടേബിൾ ഉണ്ട്, ഒരു റിലേഷണൽ ടേബിൾ ഉണ്ട്. ഇതൊരു എംപ്ലോയിയുടെ ടേബിൾ ആണെന്ന് അസ്യൂം ചെയ്യാം. സോ എംപ്ലോയിക്ക് ഒരു ഐ ഡി ഉണ്ടാവും, എംപ്ലോയിക്ക് ഒരു നെയിം ഉണ്ടാവും, എംപ്ലോയിയുടെ ഒരു ഡെസിഗ്നേഷൻ, ദെൻ അവരുടെ സാലറി അസ്യൂം. സോ എത്ര കോളംസ് ഉണ്ട് അതാണ് അതിന്റെ ഡിഗ്രി. സോ ദിസ് ഈസ് കോൾഡ് ആസ് എന്താണ്? ആട്രിബ്യൂട്ട്സ്. സപ്പോസ് നമ്മൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ തന്നെ എംപ്ലോയിക്ക് എന്തുണ്ടാവും? ഐ ഡി ഉണ്ടാവും, എംപ്ലോയിക്ക് നെയിം ഉണ്ടാവും, ദെൻ അവരുടെ ഡെസിഗ്നേഷൻ, ദെൻ അവരുടെ സാലറി. ഓക്കെ, സോ നമ്പർ ഓഫ് കോളംസിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് റോസ്, ഇപ്പൊ ഞാൻ എത്ര എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണോ ഇവിടെ ആഡ് ചെയ്യുന്നത്, സപ്പോസ് ഞാൻ 3 ആണ് ആഡ് ചെയ്യുന്നത്, സപ്പോസ് 1 2 3 3 ആണെങ്കിൽ എന്റെ 3 ആണ് എന്ത്? കാർഡിനാലിറ്റി, ദാറ്റ് ഈസ് നമ്പർ ഓഫ് റോസ്. ദെൻ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടപ്പിൾസ് എന്ന് പറയുന്നത്. എത്ര കോളംസ് ഉണ്ട്? എത്ര കോളംസ് ഉണ്ട്? 4 കോളംസ്. ദിസ് ഈസ് മൈ ആട്രിബ്യൂട്ട്സ്, അതർവൈസ് ഡിഗ്രി. ഓക്കെ, സോ ഇതാണ് വളരെ ഈസി ആണ് ഡാറ്റാബേസ്. ഇങ്ങനത്തെ വളരെ ഈസി ക്വസ്റ്റ്യൻ നമുക്ക് DBMS 2024 ചോദിച്ചിട്ടുണ്ട്. സോ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. പിന്നെ നോർമൽ ഫോം ലെവലിലുള്ള മാച്ച് ദ ഫോളോയിങ് ടൈപ്പും റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ സി യു, ബൈ ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അനദർ സെറ്റ് ഓഫ് PYQ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.